ബിഗ് ബോസ് അഗ്നിപരീക്ഷ 1 ഇന്ന് രാത്രി മുതൽ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ പറഞ്ഞു തരാം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ 1 ദാറ്റ് മീൻസ് സീസൺ 2 ഉണ്ടോ? അതെ, ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്ക് സീസൺ 2 ഉണ്ട്. സീസൺ 1 കഴിഞ്ഞാൽ സീസൺ 2 വരും. അതെന്താ സംഭവം എന്നറിയാമോ? അത് നിങ്ങൾക്ക് കുറെ പേർക്ക് മിക്കവാറും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ബിഗ് ബോസ് അഗ്നിപരീക്ഷ 2 ഉണ്ട്. ആരൊക്കെയാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ വരാൻ പോകുന്ന 40 കണ്ടസ്റ്റൻസ്? നിങ്ങൾ എല്ലാവരും തിരക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരു ഐഡിയ ഇല്ല. ഏതാണ്ട് ഒരു 3-4 പേരൊക്കെ സോഷ്യൽ മീഡിയയിൽ ടാഗും മെൻഷനൊക്കെ വന്ന് നമുക്ക് പിടികിട്ടി. പക്ഷെ ഇനിയും ഉണ്ട് 10-35ഓളം പേര്. ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് എന്ന് അറിയണ്ടേ? ഇന്ന് ആ കണ്ടസ്റ്റൻസിന്റെ പേരും ഫോട്ടോസും ഒക്കെ സഹിതം നിങ്ങളെ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഇന്ന് മുതൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? നാളെയാണ് സംഭവം തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് മുതൽ നമുക്ക് എങ്ങനെ കാണാം എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൂൺലൈറ്റ് മീഡിയയിലോട്ട് ആദ്യമായി ഇടിച്ചു കയറി വന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. കാരണം നിങ്ങളുടെ ലൈക്ക് എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ ആണ്, കോൺഫിഡൻസ് ആണ്. FBയിലോ ഇൻസ്റ്റയിലോ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ മറക്കാതെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ കാണുന്ന യൂട്യൂബിന്റെ ഹൈപ്പ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ആദ്യം പറയാനുള്ള ഒരു കാര്യം, നാളെ നമ്മുടെ അഗ്നിപരീക്ഷ തുടങ്ങുകയാണ്. നമുക്കറിയാം ശനിയും ഞായറും രാത്രി 9 മണിക്കും തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 മണിക്കുമാണ്. 1 മണിക്കൂറാണ് ഏതാണ്ട് അഗ്നിപരീക്ഷ ഉണ്ടായിരിക്കുക. അപ്പോ നമ്മുടെ അഗ്നിപരീക്ഷ നാളെയാണ് TV-യിൽ വരുന്നതെങ്കിലും ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് വരും. കാരണം ഇത് ഹോട്ട്സ്റ്റാറിന്റെ ഷോ ആണ്. TV-യിലേക്ക് അത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് ഇന്ന് രാത്രി 12 മണിക്ക് തന്നെ വരും. നമുക്ക് കാണാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കാം. നാളെ വരെ വെയിറ്റ് ചെയ്തിരുന്ന് കാണാൻ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇന്ന് മുതൽ പോയി കാണാം. ഇനി രണ്ടാമത്തെ കാര്യം, ബിഗ് ബോസ് അഗ്നിപരീക്ഷ 2. ബിഗ് ബോസ് അഗ്നിപരീക്ഷ 2 വരും എന്ന് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ഇന്നും ഇന്നലേക്കായിട്ട് കുറേ ഷോർട്സുകൾ വരുന്നുണ്ട്. നമ്മുടെ ജഡ്ജസിനെ വെച്ച് അഞ്ജന നമ്പ്യാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ ഒരു വീഡിയോയിൽ പർട്ടിക്കുലർലി ആ ഒരു വീഡിയോയിൽ മാത്രം രഞ്ജിനിയോട് ചോദിക്കുന്നുണ്ട്, രഞ്ജിനി ഹരിദാസിനോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് അഗ്നിപരീക്ഷ 1 സീസൺ 1 ഒരിക്കലേ ഉണ്ടാവുള്ളൂ. അന്നത്തെ സീസൺ 1-ലും ഇന്നത്തെ സീസൺ 1-ലും രഞ്ജിനി ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഈ പരിപാടി ഇവിടെ കൊണ്ട് തീരാൻ പോകുന്നില്ല മക്കളെ. അഗ്നിപരീക്ഷ ഈ കൊല്ലം മാത്രമല്ല, ഇനി അടുത്ത തവണ ബിഗ് ബോസ് സീസൺ 9 തുടങ്ങുന്നതിന് മുന്നേയും അഗ്നിപരീക്ഷ ഉണ്ടാവും. കുറെ സാധാരണക്കാർക്ക് വീണ്ടും അവസരം ഉണ്ടാവും. അപ്പം ഇത്തവണ പങ്കെടുത്തവർക്കും ഔട്ടായവർക്കും പങ്കെടുക്കാൻ പറ്റാത്തവർക്കും ഒക്കെ തന്നെ അടുത്ത വർഷം അപേക്ഷിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തവണ കിട്ടാത്തവര് കാത്തിരിക്കുക. അപ്പൊ അഗ്നിപരീക്ഷ 2 ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? 40 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇത്തവണ നമ്മൾ യാതൊരു ലീക്ക് ഔട്ടുകളും പുറത്തു വിടില്ലെന്ന് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഷോയെ ബാധിക്കുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. പക്ഷേ ഞാൻ പുറത്തു വിട്ടില്ലെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആ 40 പേരുകളും വന്നു കഴിഞ്ഞു. ഫോട്ടോസ് സഹിതം, ഫോട്ടോസ്, ജോലി, അവരുടെ ഡിസ്ട്രിക്റ്റ്, അവരുടെ സ്ഥലം, അവരുടെ ക്വാളിഫിക്കേഷൻ എല്ലാ സഹിതം പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാമിൽ പല പേജുകളിലും, വാട്സാപ്പിൽ ഏതാണ്ട് ഒരു 100ഓളം ഗ്രൂപ്പുകൾ ഉണ്ടാവും ബിഗ് ബോസിന്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല. അതിൽ 98 ഗ്രൂപ്പുകളിലും വന്നു കഴിഞ്ഞു ഫോട്ടോസൊക്കെ. അപ്പൊ അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ കൃത്യമായി 40 പേരുകളും അതിലെ ഫോട്ടോസും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എടുത്ത് വെച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോക്കാം ആരൊക്കെയാണ് 40 കണ്ടസ്റ്റൻസ് എന്ന്. അതുപോലെയാണോ വരുന്നതെന്ന് അറിയാമല്ലോ. ഇൻസ്റ്റാഗ്രാമില് ബിഗ് ബോസ് മലയാളം ലൈവ് എന്ന് പറയുന്ന ഒരു പേജിലാണ് ഇത് മൊത്തം വന്നിരിക്കുന്നത്. നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതുപോലെ തന്നെ വാട്സാപ്പിൽ ബിഗ് ബോസിന്റെ കുറേ വാട്സപ്പ് ചാനലുകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. എല്ലാത്തിലും വന്നിട്ടുണ്ട്. ആരുടെയും പേരെടുത്ത് പറഞ്ഞാൽ എല്ലാത്തിലും ഈ സാധനം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെടുത്ത് വെച്ച് ഡിസ്കസ് ചെയ്യാം. കാരണം ഇതിന്റെ പേജുകളിൽ വന്നതെല്ലാം ഞാൻ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതെടുത്ത് വെച്ച് അതൊക്കെ ആരൊക്കെയാണെന്ന് നോക്കാം. അവരുടെ ഫോട്ടോസ് സഹിതം നോക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് വന്നിരിക്കുന്ന പേര് പെരിന്തൽമണ്ണ പുലിക്കുട്ടി നയന ബാലകൃഷ്ണൻ എന്നാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ പേര്. ആക്ട്രസ്, മോഡൽ, ഹോസ്റ്റ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അത് തന്നെയാണോ വരാൻ പോകുന്നതെന്ന് അറിയാമല്ലോ. രണ്ടാമത് വന്നിരിക്കുന്നത് താഷി രാജ് എന്നാണ് വന്നിരിക്കുന്നത്. സ്ഥലവും ഡീറ്റെയിൽസ് ഒന്നുമില്ല. താഷി രാജ് എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്, മെയിലാണ്. മൂന്നാമത് വന്നിരിക്കുന്നത് സാബിറ ഷെരീഫ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല, ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് സൈഡിൽ. നാലാമത്തെ പേര് ഇതിൽ വന്നിരിക്കുന്നത് ഷാനോ തോമസ് എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിനകത്തും പേരും സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അഞ്ചാമത്തത് ആസിയ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഒരു മോഡൽ ആയിട്ടൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. ഇതൊക്കെ ആണോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം വാട്സാപ്പ് ചാനലുകളിലും ഇൻസ്റ്റാഗ്രാം പേജസിലും പ്രചരിപ്പിക്കുന്ന സാധനം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു എന്ന് മാത്രം. ആറാമത്തെ പേരിനകത്ത് വന്നിരിക്കുന്നത് വർഷ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, കണ്ടല്ലോ. 7-മത്തത്
റാഷ പാലത്തിങ്കൽ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ആ ഫോട്ടോ എവിടെ കിടക്കുന്നു എന്തോ, ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട്, ഫോട്ടോസ് തപ്പുന്നുണ്ട്. റാഷ പാലത്തിങ്കൽ എന്ന് പറഞ്ഞാണ് 7ാമത്തത് വന്നിരിക്കുന്നത്. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ മിസ് ഇന്ത്യ ഇന്റർനാഷണൽ, മിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ, മിസ് കാലിക്കട്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇതിൽ കിടക്കുന്നത്. നമുക്ക് നോക്കാം. അടുത്ത് പിന്നെ വന്നിരിക്കുന്നത് 8ാമത്തത് റൈബിൻ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. റൈബിൻ്റെ പേര് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്ന പേരാണ്. മറ്റേ ഇൻസ്റ്റഗ്രാമിൽ മെൻഷൻ അടിച്ചതിൽ നമ്മൾ ഇതിനകത്ത് റൈബിൻ്റെ, നയനയുടെ, താഷിയുടെ, സാബിറയുടെ, അതുപോലെ തന്നെ റാഷ, ഇവർ 5 പേരുടെയും പേര് നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിൽ റൈബിനാണ് കേട്ടോ ഇത്. അപ്പം ഏതാണ്ട് ഉറപ്പാണെന്നാണ് തോന്നുന്നത്. അടുത്ത് 9ാമത്തെ പേര് ഇതിനകത്ത് വന്നിരിക്കുന്നത് പൂജ എന്ന് പറഞ്ഞിട്ടാണ്. വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല കേട്ടോ, വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. അടുത്ത് 10ാമത്തെ പേര് ഇതിൽ വന്നിരിക്കുന്നത് സോന എന്നും പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ ഏത് സോന മൈജി എൻട്രി എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മൈജി എൻട്രി സോന എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് 11ാമത്തെ പേര് രാകേഷ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്, രാകേഷ്. അടുത്ത 12ാമത്തെ പേര് ഷാമോൻ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അടുത്ത 13ാമത്തെ പേര് ഷിജിൻ. ഫയർ ഈസ് നോട്ട് ജസ്റ്റ് ഡിസ്ട്രോയിങ്, ഇറ്റ്സ് പ്യൂരിഫൈങ് എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ അവർ പറഞ്ഞ ഡയലോഗാണ്, എന്തൊക്കെയാണ് ഇത്, കണ്ടസ്റ്റൻസ് ആണോ എന്ന് അറിഞ്ഞൂടാ. അടുത്ത് 14ാമത്തെ പേര് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തുവാണ്? ഷിബിന എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അടിപൊളി മോഡലൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഷിബിന. അടുത്ത് 15ാമത്തെ പേര് അഫിയാന, തട്ടമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സുന്ദരി കുട്ടിയുടെ ഫോട്ടോ ആണ് അഫിയാന. അടുത്ത് 16ാമത്തത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പാർവതി നാരായണൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് 17ാമത്തത് ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്രവീൺ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് 18ാമത്തത് വിശാഖ് വടശ്ശേരി, തൃശ്ശൂരിൻ്റെ മുത്ത് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് വിശാഖ്. ഓക്കെ. അടുത്ത് 19ാമത്തത് എന്താ പേര്? സ്റ്റിനിയ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, സ്റ്റിനിയ. ഓക്കെ, സ്റ്റിനിയ. അടുത്ത് 20ാമത്തെ പേര് എന്താണ്? ഷിൻജിത്ത് ബാബു എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഇതുകൊണ്ടിട്ട് മഴവിൽ ബിഗ് ബോസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്, ഷിൻജിത്ത് ബാബു. അടുത്ത പേര് എന്തുവാ? 21ാമത്തത് RJ അനഘ. അപ്പോൾ RJ ഉണ്ട് കേട്ടോ, RJ അനഘ 21ാമത്തത്. അടുത്ത് 22 എന്തുവാ? ലൊലിറ്റ അങ്ങനെ ഒരു പേരാണ് 22ാമത്തത്. അടുത്ത് 23ാമത്തെ പേര് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്തുവാണ്? രചന മേനോൻ എന്നാണ് 23ാമതിൽ കൊടുത്തിരിക്കുന്നത്. 24ാമത്തത് അപർണ സുരേഷ്. 25ാമത്തത് അഡ്വക്കേറ്റ് അമൃത ശ്രീകുമാർ. ഇതൊക്കെ ഉള്ളതാണോ എന്തോ? അഡ്വക്കേറ്റ് അമൃത ശ്രീകുമാർ. 26ാമത്തത് വീണ്ടും ഒരു പൂജയാണ്. അപ്പോൾ ഇതിനകത്ത് 2 പൂജയുണ്ട്, ഒരേ പേരുള്ള 2 പേരുണ്ട്, 2 പൂജയുണ്ട്. അടുത്ത് 27ാമത്തത് നന്ദകിഷോർ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് 28 ജട്ടി പി തോമസ്. ജട്ടി എന്നാണോ ഇനി ജെറ്റി എന്നാണോ എന്തോ, ജെറ്റി ആയിരിക്കോ, ജെറ്റി പി തോമസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അറിഞ്ഞൂടാ. അടുത്ത 29ാമത്തത് പ്രണവ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. 30 നിതിൻ എസ് ദാസ് എന്ന് പറഞ്ഞൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. അടുത്ത 31 ആരാധ്യ എന്നാണ്. അടുത്ത 32 ബിജു തോമസ് എന്ന് പറഞ്ഞ് കണ്ണടയൊക്കെ വെച്ച് മുടിയൊക്കെ വളർത്തിയ ഒരാളുടെ ഫോട്ടോയാണ് ഉള്ളത്. 33 അമൽ മോഹൻ. ക്യാമറയൊക്കെ പിടിച്ച് ക്യാമറാമാൻ വല്ലതും ആണോ എന്തോ, ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾ വല്ലതും ആണോ എന്തോ, അമൽ മോഹൻ. അടുത്ത് 34ാമത്തെ പേര് ഷിജുലാൽ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്, മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. 35 ശ്യാം, ചുരുണ്ട മുടിയുള്ള ഒരാളാണ് ശ്യാം. 36 സോണി, ആങ്കർ ആണെന്ന് തോന്നുന്നുണ്ട്, മൈക്കൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്, ഏതെങ്കിലും പ്രോഗ്രാമിൽ പണ്ട് വന്നിട്ടുണ്ടോ എന്തോ, സോണി. 37 എൽദോ എന്ന് പറഞ്ഞാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, എൽദോ. അടുത്ത 38 വയനാടിൻ്റെ മുത്ത് വരുന്നു അഗ്നിപരീക്ഷ കീഴടക്കാൻ റിജോ ജോൺസൺ. വയനാടിൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്ന റിജോ ജോൺസൺ. അടുത്ത് 39ാമത്തെ പേര് അഭിരാം എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, അഭിരാം. വയനാടിൻ്റെ മുത്തെന്നാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അടുത്ത് 40ാമത്തെ പേര് അളകനന്ദ, കോഴിക്കോടിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 40 പേരുകൾ. ഞാനിത് എണ്ണി നോക്കിയപ്പോൾ 20 ഫീമെയിൽസും 20 മെയിൽസും ആണ് കേട്ടോ ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ പേരുകളെല്ലാം കേട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും കൺഫേംഡ് ആയിട്ടുള്ള സംഭവങ്ങളല്ല. പിന്നെ എന്ത് കോപ്പിനാടാ നീ എടുത്തു വെച്ച് ഡിസ്കസ് ചെയ്തത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ തന്നെ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇതെല്ലാം വ്യാജമായി അങ്ങ് പ്രചരിക്കുകയാണ്, നല്ല രീതിയിൽ ഇതെല്ലാം പ്രചരിക്കുകയാണ് ഈ 40 പേരുകളും. സാധാരണ ഇപ്പം ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്ന, ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ വർഷം അനീഷിന്റെ പേര് എങ്ങനെയെങ്കിലും പുറത്തു വന്നിരുന്നു, ഒരു കാരണവശാലും പുറത്തു വന്നു. ആ കയറുന്നതിൻ്റെ അന്നല്ലാണ്ട് അനീഷിന്റെ പേരൊന്നും പുറത്തേ വന്നിട്ടില്ല.
ഇതിപ്പോ ഇന്നലെയോ മിനിഞ്ഞാന്നോ തുടങ്ങിയതാണ് ഈ പേരുകൾ വരാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഏത് വരെ പോകും നോക്കാം എന്ന് വിചാരിച്ചോണ്ടിരുന്നത്. അപ്പം ഈ കോമണേഴ്സിന്റെ വരെ ഫോട്ടോസും പേരുകളും സഹിതം കിട്ടുന്നതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയുമില്ല. ഞാൻ ഇതെടുത്ത് വെച്ച് ഡിസ്കസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൺഫേം ആണോ കൺഫേം അല്ലേ, ഇവരാണോ വരുന്നതെന്നൊക്കെ നമുക്ക് ഇനി എപ്പിസോഡ് വരുമ്പോൾ കാണാം. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.